ഫോറസ്റ്റ് കേസിൽ നിന്നും ഒഴിവാക്കുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ സെഷൻ ഫോറസ്റ്റ് ഓഫീസറും ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചറും വിജിലൻസ് പിടിയിൽ. എറണാകുളം മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശിയുമായ ശ്രീജിത്ത് CPയെയും മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെഷൻ ഫോറസ്റ്റ് ഓഫീസറും എറണാകുളം പിറവം സ്വദേശിയുമായ ജിമ്മി സ്കറിയയെയും വിജിലൻസ് കൈയോടെ പിടികൂടി. കാക്കനാടുള്ള റെസ്റ്റോറന്റിലെ 2 ജീവനക്കാരെ ഒരു ഉടുമ്പിനെ കൊന്നതിന് എറണാകുളം മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ റെസ്റ്റോറന്റിലെ കാസർഗോഡ് സ്വദേശിയായ മാനേജറെയും മറ്റ് ജീവനക്കാരെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ഭീഷണി തുടർന്നതോടെ ഹോട്ടൽ ഉടമ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് അസോസിയേഷൻ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. ഹോട്ടൽ ജീവനക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങവെ MGM സ്കൂളിന് സമീപത്ത് മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെഷൻ ഫോറസ്റ്റ് ഓഫീസറും എറണാകുളം പിറവം സ്വദേശിയായ ജിമ്മി സ്കറിയെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയും തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്ക്വാഡ് റേഞ്ചറും ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശിയുമായ ശ്രീജിത്ത് CPയെ മുടിക്കൽ ഫോറസ്റ്റ് തടി ഡിപ്പോയ്ക്ക് സമീപം വെച്ചും പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതികളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായ അടിസ്ഥാനത്തിലാണ് നമ്മൾ കള്ളത്തരത്തിലൂടെ പണം തട്ടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ സമീപിക്കുകയും സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമീപിക്കുകയും അതിനെതിരെ ഞങ്ങൾ പോരാടുകയും ചെയ്തത്. ഫോറസ്റ്റ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥരാണ് ഇന്ന് എറണാകുളം വിജിലൻസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഒരാൾ ജിമ്മി എന്ന് പറയുന്ന ഒരാളും കൂടാതെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ അങ്ങനെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ മാസം ഒരു കേസ് ഉണ്ടായ ഒരു കേസ് കാക്കനാട്ട് ഉണ്ടായ ഒരു ഹോട്ടലിലുണ്ടായ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് അവരെ എടുത്തിരുന്നു. പാറ പോലീസ് ഫോറസ്റ്റ് സ്റ്റേഷൻ എടുത്തിരുന്നു. ആ കേസ് ഒതുക്കി തീർക്കുന്നതിനും അതിലേക്ക് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ 2 പ്രതികളെ കേസിൽ നിന്നും ഒഴിവാക്കാമെന്നും കൂടുതൽ ആയിട്ട് ഒരു 3 പ്രതികളെ അവർ ചേർക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള പൈസ തരണം എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിവരം കിട്ടി. അതിനെ തുടർന്ന് വിജിലൻസ് ഒടുക്കിയ ട്രാപ്പിൽ ഇവരെ 2 പേരും ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.